يا أيها الذين آمنوا إذا نودي للصلاة من يوم الجمعة فاسعوا إلى ذكر الله وذروا البيع ذلكم خير لكم إن كنتم تعلمون. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن أصدق الحديث كتاب الله وأحسن السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. اتقوا الله عباد الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, വിശ്വാസികളെ, പ്രപഞ്ചനാഥനായ അള്ളാഹുവെ സൂക്ഷിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങളെയും വിധിവിലക്കുകളെയും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സൂക്ഷിച്ചും പാലിച്ചും ജീവിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. അള്ളാഹു അവൻ്റെ സജ്ജനങ്ങളിൽ മുത്തഖീങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സൂറത്തു ആശിയയിലെ ഒരു വചനം, അതിൻ്റെ തുടക്കത്തിൽ അള്ളാഹു പറയുന്നു, ആമിലത്തുൻ നാസിബ തസ്ലാ നാറൻ ഹാമിയ തുസ്ഖാ മിൻ ഐനിൻ ആനിയ. അധ്വാനിച്ച് ക്ഷീണിച്ച ചില മുഖങ്ങൾ അന്ന് പരലോകത്തുണ്ടാകും. അവർ നരകത്തിലായിരിക്കും. അവർ ചൂടേറിയ നരകത്തിലെ പാനീയം കുടിപ്പിക്കപ്പെടും. അവർക്ക് വലിയ ആയിരിക്കുമെന്ന് ഭക്ഷണമായിട്ടുണ്ടാവുക, കഴിക്കാൻ ഏറ്റവും പ്രയാസമുള്ള ഭക്ഷണം. അപ്പോൾ പണിയെടുത്തു ക്ഷീണിച്ചവർ, അധ്വാനിച്ചു ക്ഷീണിച്ചവർക്ക് നരകം കിട്ടുന്ന ഒരു സംഭവം അല്ലാഹു സുബ്ഹാനഹു വ തആല ചില ആളുകളെ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. സഹോദരങ്ങളെ, നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ആ നിലക്ക് സൂക്ഷിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒരുപാട് അധ്വാനിച്ചു, എന്തിനു വേണ്ടി? സ്വർഗത്തിനു വേണ്ടി. ഒരുപാട് പരിശ്രമിച്ചു, പക്ഷെ അവസാനം കിട്ടിയത് നരകമാണെങ്കിലോ? നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയത്, നമ്മൾ പണിപ്പെട്ട് പടുത്തു ഉയർത്തിണ്ടാക്കിയതെല്ലാം പരലോകത്തെത്തുമ്പോൾ അതൊന്നും സ്വീകാര്യമല്ല എന്ന് പറയുന്ന അവസ്ഥയെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ. പരിഹാരം കാണാൻ കഴിയാത്ത വല്ലാത്തൊരവസ്ഥയാണത്. തിരിച്ചു വന്നെന്നാൽ ഞാൻ കുറച്ചു പോയി സമ്പാദിച്ചു വരട്ടെ എന്ന് പറഞ്ഞാൽ സ്വീകരിക്കപ്പെടാത്ത ഒരു നാളാണ്, സമയമാണ്, സന്ദർഭമാണ് അത്. അങ്ങനത്തെ ചില കാര്യങ്ങൾ ആവർത്തിച്ച് പല ഹദീസുകളിൽ, വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഞാനൊരു 3 കാര്യങ്ങൾ പ്രധാനമായും ശ്രദ്ധയിൽപ്പെടുത്താനാണ് വിചാരിക്കുന്നത്. ഒരുപാട് കാലം അധ്വാനിച്ചുണ്ടാക്കിയ അവസാനം ഒന്നും സ്വീകരിക്കപ്പെടുകയില്ല എന്ന് പറയുന്നൊരു 3 വിഭാഗത്തെക്കുറിച്ച് സൂചിപ്പിക്കാനാണ് വിചാരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് 3 കാര്യങ്ങളും ദീർഘമായി പഠിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതുമായ കാര്യങ്ങളാണ്. അതിന് സമയം കണ്ടെത്തണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഒന്നാമത്തത്, അള്ളാഹു ചില നമസ്കാരക്കാരെ കുറിച്ച് പറയണ്ടായി. പ്രവാചകന്റെ ഹദീസാണ്, ഇന്ന റജുല ലയുസല്ലി 60 സന വമാ തുഖ്ബലു ലഹു സ്വലാത്തു ലഅല്ലഹു യുതിമ്മു റുകൂഅ വലാ യുതിമ്മു സുജൂദ് വയുതിമ്മു സുജൂദ വലാ യുതിമ്മു റുകൂഅ. ഒരു മനുഷ്യൻ, അയാൾ 60 കൊല്ലം നമസ്കരിച്ചു. ദുനിയാവിൽ ജീവിച്ചിട്ട് 60 കൊല്ലം അള്ളാഹുവിൻ്റെ
അള്ളാഹുവിന് ആരാധനകൾ അർപ്പിച്ചു, നമസ്കാരം നിർവഹിച്ചു. പക്ഷേ പരലോകത്തെത്തുമ്പോ വമാ തുഖ്ബലു ലഹു സ്വലാത്തുൻ, അയാളുടെ ഒരു നിസ്കാരം പോലും അള്ളാഹു സ്വീകരിക്കുകയില്ല. എന്താ കാരണം? ലഅല്ലഹു യുതിമ്മു റുകൂഅ, അയാളുടെ റുകൂഅ ചിലപ്പോൾ പൂർത്തിയാകും, പക്ഷേ വലാ യുതിമ്മു സുജൂദ്, അയാളുടെ സുജൂദ് അയാൾ പൂർത്തിയാക്കിയിട്ടുണ്ടാവുകയില്ല. അല്ലെങ്കിലോ വയുതിമ്മു സുജൂദ വലാ യുതിമ്മു റുകൂഅ, ചിലപ്പോൾ അയാളുടെ സുജൂദ് പൂർണ്ണമാകും, പക്ഷെ അയാൾ റുകൂഅ പൂർത്തിയാക്കിയിട്ടുണ്ടാവുകയില്ല. ആശയം വ്യക്തമാണ്. ശരിയായ രൂപത്തിലുള്ള നിസ്കാരം ആയിരുന്നില്ല. വളരെ പ്രതീക്ഷയോടുകൂടി, വളരെ സ്വീകരിക്കണമെന്ന പ്രാർത്ഥനയോടുകൂടി, ആഗ്രഹത്തോടുകൂടി നിർവഹിക്കപ്പെട്ട നമസ്കാരങ്ങൾ സ്വീകരിക്കപ്പെടാതെ പോവുകയാണ്. റുകൂഅ ശരിയായപ്പോൾ സുജൂദ് ശരിയായില്ല, സുജൂദ് ശരിയായപ്പോൾ റുകൂഅ ശരിയായില്ല എന്നാണ് പ്രവാചകൻ കാരണം പറഞ്ഞത്. അതുകൊണ്ട് നമ്മുടെ നമസ്കാരം സ്വീകരിക്കപ്പെടണമെങ്കിൽ അത് എങ്ങനെയാകണം? അത് പ്രധാനമാണ്. അതിന്റെ രൂപം, അതിന്റെ രീതി, അതിന്റെ ശൈലി, അതിലെ പ്രാർത്ഥനകൾ, അതിന്റെ പ്രവർത്തനങ്ങൾ എല്ലാം തക്ബീറത്തുൽ ഇഹ്റാം മുതൽ തസ്ലീം വരെ, സലാം വീട്ടുന്നത് വരെ പ്രവാചകൻ പഠിപ്പിച്ചു തന്ന ഒരു കാര്യമുണ്ട് ആ വിഷയത്തിൽ. എന്താണത്? സ്വല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ നമസ്കരിക്കുന്നത് കണ്ടതുപോലെ നിങ്ങൾ നമസ്കരിക്കണം. എന്നെ എങ്ങനെയാണോ നിസ്കരിക്കുന്നതായി നിങ്ങൾ കാണുന്നത് അങ്ങനെ നിങ്ങൾ നമസ്കാരം നിർവഹിക്കണമെന്നാണ്. അപ്പൊ നമ്മുടെ നിസ്കാരം എങ്ങനെയാവണം? നമ്മുടെ തക്ബീറത്തുൽ ഇഹ്റാം എങ്ങനെയാവണം? എന്റെ രൂപം പഠിപ്പിക്കാനല്ല ആ ഭാഗം പറഞ്ഞത്. നമ്മുടെ റുക്വ എങ്ങനെയാകണം? നമ്മുടെ ഇഅ്തിദാൽ എങ്ങനെയാവണം? നമ്മുടെ സുജൂദ് എങ്ങനെയാവണം? നമ്മുടെ തഹിയ്യാത്തിന് എങ്ങനെ ഇരിക്കണം? ഓരോ സന്ദർഭങ്ങളിലും എന്ത് പ്രാർത്ഥിക്കണം? നമ്മൾ സ്വഫ് എങ്ങനെ നിൽക്കണം? ഇതെല്ലാം പ്രധാനമാണ്. അതൊക്കെ എങ്ങനെങ്കിലും ആയാൽ മതി, ആണ് നിസ്കരിച്ചു പോയാൽ മതി എന്നതല്ല മതം പഠിപ്പിക്കുന്നത്. നമുക്ക് വളരെ നിസ്സാരമെന്ന് തോന്നുന്ന കാര്യങ്ങളിൽ പോലും പ്രവാചകൻ തിരുത്താണ്, അല്ലെ? ഒരാൾ നമസ്കരിക്കുന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണുന്നു. അപ്പൊ പ്രവാചകൻ പറയാണ്, നിന്റെ നിസ്കാരം ശരിയായിട്ടില്ല, നീ പോയി വീണ്ടും നിസ്കരിക്കും. അയാൾ വീണ്ടും നമസ്കരിക്കുന്നു. പ്രവാചകൻ പറഞ്ഞു, നീ നമസ്കരിച്ച് ശരിയായിട്ടില്ല, വീണ്ടും നമസ്കരിക്കും. 3 തവണ നമസ്കരിച്ചപ്പോ അയാൾ പറഞ്ഞു, നബി എനിക്കിതല്ലാത്ത നമസ്കാരം അറിയില്ല. അപ്പൊ നബി പറഞ്ഞു, നീ കൈകെട്ടി നമസ്കാരം തുടങ്ങിയാൽ അതിൽ എന്തു വേണം? തുമഅ്നീനത്ത് വേണം, അതിലൊരു അവധാനത വേണം. റുക്വ ചെയ്താൽ അതിൽ തുമഅ്നീനത്ത് വേണം, അതിൽ കുറച്ച് സമയം അടങ്ങി നിൽക്കണം. നിങ്ങൾ സുജൂദിലേക്ക് പോയാൽ അത് കുറച്ചു നേരം അടങ്ങി നിൽക്കണം. സുജൂദിലെ പ്രാർത്ഥന ചൊല്ലാനുള്ള മിതമായ ഒരു സമയം സുജൂദിൽ ഉണ്ടാകണം. ചില ആളുകൾ നിസ്കരിക്കുന്നത് കാണുമ്പോൾ നമുക്ക് ഇങ്ങനെ വളരെ പ്രയാസം തോന്നും. കൈകെട്ടുന്നു, പെട്ടെന്ന് റുക്വയിലേക്ക് പോകുന്നു, പെട്ടെന്ന് ഉയരുന്നു, പെട്ടെന്ന് സുജൂദിലേക്ക് പോകുന്നു, വളരെ പെട്ടെന്ന് ഉയരുന്നു. നിമിഷ നേരം കൊണ്ട് നമസ്കാരം നിർവഹിക്കപ്പെടുന്നു. കോഴി ധാന്യം കൊത്തുന്നത് പോലെ എന്നാണ് പ്രവാചകൻ അതിനെക്കുറിച്ച് പറഞ്ഞത്. അതുകൊണ്ട് തോന്നിയതുപോലെ അല്ല ആരാധനകൾ നിർവഹിക്കേണ്ടത്. ഹജ്ജാണെങ്കിലും സക്കാത്താണെങ്കിലും മറ്റെല്ലാം. വുളൂഇനെ സംബന്ധിച്ച് പ്രവാചകനും സ്വഹാബിമാരും ഇങ്ങനെ യാത്ര പോകുമ്പോ സ്വഹാബിമാരിൽ കുറച്ചാളുകൾ മുന്നിൽ പോയിട്ടുണ്ട്. അസ്ർ നമസ്കാരത്തിന്റെ സമയമായി. അപ്പൊ അവര് യാത്ര അവസാനിപ്പിച്ച് വുളു ചെയ്യാൻ തീരുമാനിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും കുറച്ച് സ്വഹാബിമാരും പിന്നിലിങ്ങനെ വരികയാണ്. ദൂരെ നിന്ന് പ്രവാചകൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു, മുന്നിൽ വുളു ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ, വൈലുൽ ലിൽ അഖാബി മിനൻ നാർ, വൈലുൽ ലിൽ അഖാബി മിനൻ നാർ, വൈലുൽ ലിൽ അഖാബി മിനൻ നാർ. 3 തവണ പറഞ്ഞു. നിങ്ങളുടെ മടമ്പുകാലികൾക്ക് നരകത്തിൽ നിന്ന് നാശം 3 തവണ പറഞ്ഞു. എന്താ കാരണം? നിങ്ങൾ വുളു ചെയ്യുമ്പോൾ നിങ്ങളുടെ കാലിന്റെ പിൻഭാഗം നനയാതെ പോകരുത്. അങ്ങനെ നനയാതെ പോയാൽ നിങ്ങൾക്ക് അതുകൊണ്ട് നരകത്തിൽ നിന്ന് നാശം. നിങ്ങളുടെ നിസ്കാരം ശരിയാവൂല, നിങ്ങളുടെ വുളു ശരിയായിട്ടില്ല. എങ്ങനെയെങ്കിലും ചെയ്യേണ്ടതല്ല വുളു, എങ്ങനെയെങ്കിലും ചെയ്യേണ്ടതല്ല നമസ്കാരം. അത് ഓരോ കാര്യവും എങ്ങനെയാണ് പ്രവാചകൻ പഠിപ്പിച്ചത് എന്ന് പഠിച്ച് അതനുസരിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതല്ലെങ്കിലോ 60 കൊല്ലം നിസ്കരിച്ചു, പക്ഷേ ആ നമസ്കാരം അള്ളാഹു സ്വീകരിക്കാതെ പോകും. അതൊരു പഠനം നടത്തി, അതിന്റെ ചെറിയ സമയം മതി. ധാരാളം ക്ലാസ്സുകൾ നമുക്ക് കിട്ടും. ഒരാളുടെ മുന്നിൽ അരമണിക്കൂർ 1 മണിക്കൂർ ഇരുന്ന് കൊടുത്താൽ മതി, നമുക്കത് പൂർത്തിയാക്കി നിർവഹിച്ചു പോകാൻ കഴിയും. അല്ലെങ്കിൽ ഒന്നും സ്വീകരിക്കാതെ പോകുന്ന അവസ്ഥയുണ്ടാകുമെന്നാണ്. രണ്ടാമത്തെ വിഭാഗം ഏതറിയോ? അത് ഉജ്ബുൻ നഫ്സിന്റെ ആളുകളാണ്. ഉജ്ബുൻ നഫ്സ്, അതിൽ പലപ്പോഴും നമ്മൾ ബനൂ ഇസ്രായേലിലെ 2 ആളുകളുടെ ഒരു കഥ കേൾക്കാറുണ്ട്. 2 ആളുകൾ ബനൂ ഇസ്രായേലിൽ ഉണ്ടായിരുന്നു. ഒരാൾ ഒരു ആബിദായിരുന്നു,
അള്ളാഹുവിനെ ആരാധിച്ച് ജീവിതത്തിൽ നന്മകൾ ചെയ്ത് അങ്ങനെ ജീവിക്കുന്ന ഒരു മനുഷ്യൻ. രണ്ടാമത്തെ ആള് തിന്മ ചെയ്യുന്ന ആളായിരുന്നു. അപ്പൊ തിന്മ ചെയ്യുന്ന ആളെ ഈ ആബിദായ മനുഷ്യൻ ഇങ്ങനെ ഉപദേശിക്കും, അഖ്സിർ അഖ്സിർ അഖ്സിർ, നീ നിന്റെ തിന്മകൾ കുറക്ക്, നിന്റെ തിന്മ അവസാനിപ്പിക്കും, നീ അതിന്റെ അളവ് കുറക്ക്. നിരന്തരമായി പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ഉപദേശിക്കുന്ന ആളുടെ ഉള്ളിൽ ഒരു ചിന്ത കടന്നുകൂടി. എന്താണ് ചിന്ത എന്നറിയോ? ഞാന് കുഴപ്പമില്ല, ഞാൻ ഉഷാറാണ്, ഇവൻ പോരാ, അവനൊന്നിനും പറ്റൂല, ഞാനാണ് നല്ലവൻ കേട്ടോ, ഞാൻ എല്ലാം തികഞ്ഞവനാണ് എന്ന ഒരു ആ ചിന്തക്കാണ് ഉജ്ബുൻ നഫ്സ് എന്ന് പറയാം. ഞാൻ അത്യാവശ്യമൊക്കെ നിസ്കരിക്കുന്നുണ്ട്, ഞാൻ അത്യാവശ്യമൊക്കെ സദഖ കൊടുക്കുന്നുണ്ട്, ഞാൻ അത്യാവശ്യമൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് എന്ന ഒരു ബോധം ഒരാളുടെ മനസ്സിൽ, ഞാൻ കൊള്ളാം, മതരംഗത്ത് ഞാൻ നല്ലവനാണ്, ഞാൻ കൊള്ളാം എന്നൊരു ചിന്ത ഒരാളുടെ മനസ്സിൽ കയറിക്കൂടുന്നതിനെയാണ് ഉജ്ബുൻ നഫ്സ് എന്ന് പറയുന്നത്. ഇവിടെ പരലോകത്ത് ആ ആളുകളുടെ അവസ്ഥ പ്രവാചകൻ വിശദീകരിച്ചു. ഉപദേശിച്ച് ഉജ്ബുൻ നഫ്സ് മനസ്സിലേക്ക് കടന്നുകൂടിയ ആളുകളുടെ അമലുകളൊന്നും അള്ളാഹു സ്വീകരിച്ചില്ല എന്നാണ്. ഇത് കാരണം ഞാനാണ് നല്ലത് എന്ന ഒരു അഹംഭാവം കാരണം അയാളുടെ ഒരു അമലും അള്ളാഹു സ്വീകരിച്ചില്ല. അയാള് നരകത്തിലേക്ക് പോയി, നരകത്തിലേക്ക് പോകും. എന്നാൽ തിന്മ ചെയ്ത് ജീവിച്ച മനുഷ്യനോ, അയാൾക്ക് ശിർക്കുണ്ടായിരുന്നില്ല, അയാൾ മുവഹ്ഹിദായിരുന്നു. അതുകൊണ്ട് എന്താ ചെയ്തത്? അയാളുടെ തെറ്റുകൾ അള്ളാഹു വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കും. ചില ആളുകൾക്ക് അങ്ങനെയാണ്, തൗബ ചെയ്തില്ലെങ്കിൽ പോലും അള്ളാഹു ചില ആളുകളെ തിന്മകൾ അഫ്വ് ചെയ്തു കൊടുക്കും. അള്ളാഹു അങ്ങനെയുള്ളവരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ആ മനുഷ്യൻ അയാളുടെ തിന്മകളെല്ലാം പൊറുക്കപ്പെട്ട അയാൾ സ്വർഗത്തിലേക്ക് പോയി. ഉപദേശിച്ച് നടന്ന ആബിദായി ജീവിച്ച മനുഷ്യൻ നരകത്തിലേക്ക് പോയി. എന്താ കാരണം? ഒരു അനീതിയാണോ? അല്ല, ഉള്ളിൽ ഞാൻ ഉഷാറാണ് എന്ന ഒരു ചിന്ത. നമ്മളെപ്പോഴും ഇനിയും മതരംഗത്ത് ഇനിയും മെച്ചപ്പെടാനുണ്ട് എന്ന ഒരു ബോധമാണ് നമുക്കുണ്ടാകേണ്ടത്. എപ്പോഴും അങ്ങനെ നമ്മൾ ചിന്തിക്കാൻ പറ്റുള്ളൂ. നോക്കൂ, അബൂബക്കർ റളിയല്ലാഹു അൻഹു ആരാണ്? മുഹമ്മദ് നബിയുടെ ഉമ്മത്തിലെ ഒന്നാമനാണ്, സ്വഹാബിമാരിൽ ഒന്നാമനാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു മഹാനാണ് എന്ന് മഹാനായ സ്വഹാബി വര്യനാണ്, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടവനാണ് എന്ന് വിശ്വസിച്ചാൽ പോലും അഹ്ലുസുന്നയുടെ അഖീദ ആവൂല എന്നാ പറയാ. അഹ്ലുസുന്നയുടെ അഖീദ ഒന്നാമത്തെയാൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു, രണ്ടാമത്തെയാൾ ഉമർ റളിയല്ലാഹു അൻഹു, മൂന്നാമത്തെയാൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു, നാലാമത്തെയാൾ അലി റളിയല്ലാഹു അൻഹു. ഇങ്ങനെയാണ് സഹാബിമാരുടെ മഹത്വത്തിന്റെ ഓർഡർ, ക്രമം എന്ന് വിശ്വസിക്കുമ്പോൾ അഖീദ അഹ്ലുസുന്നയുടെ അഖീദ. ഷിയാക്കളുടെ അഖീദയാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു പിഴച്ചവനാണ് എന്ന്, അലി റളിയല്ലാഹു അൻഹു ആണ് ഒന്നാമൻ എന്ന വിശ്വാസം ഷിയാക്കളുടെ അഖീദയാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ജാഹിലിയത്തിലായി, കാഫിറായി എന്ന് വിശ്വസിക്കുന്നവരാണ് ഷിയാക്കൾ. പ്രവാചകന്റെ അടുത്ത് നമ്മൾ പലപ്പോഴും പറയാറുള്ളത് പോലെ ഒരു ഭാഗത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു, മറുഭാഗത്ത് ഉമർ റളിയല്ലാഹു അൻഹു പ്രത്യേക ഇരിപ്പിടണ്ടായിരുന്നു. ദീനിയായ കാര്യങ്ങൾ നബിക്ക് ശൂറ ചെയ്യാൻ. ഖുർആനിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പരാമർശങ്ങൾ പലതവണ വന്നിട്ടുണ്ട്. പേര് പറയാതെ വന്ന പരാമർശങ്ങൾ പലതവണയുണ്ട്. അബൂബക്കറും ഫിൽ ജന്ന എന്ന് നബി പറഞ്ഞിട്ടുണ്ട് അബൂബക്കർ റളിയല്ലാഹുവിനെ കുറിച്ച്. എന്നിട്ടും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലേ, ആട് ഇല തിന്നുന്നത് കാണുമ്പോൾ ആ ആട് തിന്നു തീർത്ത ഇലകളുള്ള ഒരു മരമായിരുന്നു ഞാനെങ്കിൽ എനിക്കൊരു വിചാരണ വേണ്ടായിരുന്നു, ഒരു വിചാരണ എനിക്ക് അഭിമുഖീകരിക്കേണ്ടി വരില്ലായിരുന്നല്ലോ എന്ന് വിലപിക്കുന്നു, പരലോകത്തെ കുറിച്ച് ഓർത്ത് ഭയന്ന്. അല്ലേ, ആയിഷ അബൂബക്കറിനോട് ഇമാമ നിന്ന് ജനങ്ങളോട് നമസ്കരിക്കാൻ പറയൂ. പ്രവാചകന്റെ ജീവിതത്തിന്റെ അവസാന നിമിഷങ്ങൾ പറയുമ്പോ അബൂബക്കർ റളിയല്ലാഹു അൻഹു എന്താ, ആയിഷ റളിയല്ലാഹു അൻഹ എന്താ പറഞ്ഞെന്നറിയോ? എന്റെ വാപ്പ ഇമാമ നിന്നാൽ വാപ്പാക്ക് കരയാതെ നിസ്കരിക്കാൻ വയ്യ, അതുകൊണ്ട് ഹഫ്സ നിന്റെ വാപ്പ ഉമറിനോട് നിൽക്കാൻ പറയും. ഹഫ്സ റളിയല്ലാഹു അൻഹ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾ ഇമാമക്ക്. നബി ആരോടാ പറഞ്ഞത്? നബി അബൂബക്കർ റളിയല്ലാഹു അൻഹു നിൽക്കാനാ പറഞ്ഞു. പക്ഷേ ആയിഷ ബീവി പറയാണ് വാപ്പ കരയും, അതുകൊണ്ട് നിങ്ങളോട് നിൽക്കാൻ. ഉമർ റളിയല്ലാഹു അൻഹു ദേഷ്യപ്പെട്ടതാണ്. നബി പറഞ്ഞാൽ നിൽക്കട്ടെ, അബൂബക്കർ റളിയല്ലാഹു അൻഹു നിന്നാൽ കരയും. ആ അബൂബക്കർ റളിയല്ലാഹു അൻഹു എന്താ പറഞ്ഞു? ഒരു മരമായി അതിന്റെ ഇലകൾ തിന്നു തീർത്ത് നശിച്ചു പോയാ മതിയായിരുന്നു, പരലോകത്ത് ഞാൻ പോണ്ടേ. ഞാനാണ് എല്ലാം തികഞ്ഞവൻ എന്നൊരാളും വിശ്വസിച്ചിട്ടില്ല. ഉമർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയാറുള്ളത്, ഉമർ ഒരു വഴിയിൽ പ്രവേശിച്ചാൽ ആ വഴിയിൽ പിശാച് ഇബ്ലീസ് വരൂലെന്നാണ്. ലൗ കാന ബഅദി നബിയ്യുൻ ലകാന ഉമർ വലാകിൻ ലാ നബുവത ബഅദി ലാ നബിയ്യ ബഅദി ലാ നബുവത ബഅദി വലാ നബിയ്യ ബഅദി. എനിക്കു ശേഷം നബുവത്തില്ല, ഞാൻ അന്ത്യപ്രവാചകനാണ്. നബി പറയാണ്, എനിക്കു ശേഷം ഒരു നബിയില്ല, എനിക്കു ശേഷം ഒരു നബി ഉണ്ടാകുമായിരുന്നുവെങ്കിൽ അത് ഉമറാകുമായിരുന്നു. പക്ഷെ ആ ഉമർ റളിയല്ലാഹു അൻഹു
സുബഹ നമസ്കരിക്കുമ്പോ ഇമാമ നിന്നിട്ട് ഇന്നമാ അശ്കൂ ബസ്സി വഹുസ്നി ഇലല്ലാഹ് എന്ന ആയത്തോതിയിട്ട് കരയുമ്പോ അത് ഏറ്റവും പിന്നിലെ സഫിലെ ആളുകൾ ആ തേങ്ങൽ കേട്ടിരുന്നു. ആണ് ഉമർ ഹുദൈഫത്തുൽ യമാൻ റളിയല്ലാഹു അൻഹുവിനോടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രഹസ്യ സൂക്ഷിപ്പുകാരൻ മുനാഫിക്കുകളുടെ പേരുകൾ പറഞ്ഞു കൊടുത്തത്. ഉമർ റളിയല്ലാഹു അൻഹു നബിയോട് പിന്നെ ഹുദൈഫ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, ഹുദൈഫ ആ ലിസ്റ്റിൽ എന്റെ പേരുണ്ടോ? മുനാഫിക്കുകളുടെ ലിസ്റ്റിൽ എന്റെ പേരുണ്ടോ? താബിഈകൾ പറയാണ്, സ്വഹാബിമാര് പറയാണ്, ഞങ്ങളുടെ കൂട്ടത്തിലെ ഒരു സ്വഹാബിയും ഞാൻ ജിബ്രീലിന്റെ ഈമാനിലാണ്, എനിക്ക് മീകായിലിന്റെ ഈമാനിന്റെ അത്ര ശക്തിയുണ്ട്, എന്റെ ഈമാനിന്ന് ആരും വാദിച്ചിരുന്നില്ല. സുഹൃത്തുക്കളെ, നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടത് എനിക്ക് ഇനിയും മെച്ചപ്പെടാനുണ്ട് എന്നാണ്. എന്റെ നന്മകൾ ഇനിയും വർദ്ധിക്കാനുണ്ട്, എന്റെ തിന്മകൾ ഇനിയും കുറയാനുണ്ട്, ഞാൻ കുറച്ചും കൂടി ശരിയാവാനുണ്ട്. ഞാൻ വളരെ നല്ലവനാണ്, ഞാൻ ഗംഭീരാണ്, ബാക്കിയുള്ളവരൊക്കെ മോശക്കാരാണ്, നമ്മൾ ഒരിക്കലും ചിന്തിക്കാൻ പാടില്ല. ഏതു മനുഷ്യനെയും അള്ളാഹു അയാളുടെ പാപങ്ങൾ പുറത്തു കൊടുത്ത് തെറ്റുകൾ ഉണ്ടെങ്കിൽ പോലും അല്ലെ ആ തിന്മകളെ സലഫുകൾ പറയാ ദഇൽ ഖുൽഖലിൽ ഖാലിഖ് എന്നാണ്. ഒരു മനുഷ്യന്റെ ബാഹ്യമായി കാണുന്ന അയാളുടെ ഈമാൻ എടുക്കാനേ നമുക്ക് വകുപ്പുള്ളൂ. അയാളുടെ എന്തെങ്കിലും സ്വഭാവ ദൂഷ്യങ്ങൾ ഉണ്ടെങ്കിൽ സ്വഭാവത്തെ നിങ്ങൾ അള്ളാഹ്ക്ക് വിട്ടുകൊടുക്കുക, ഖുലുഖിനെ ഖാലിഖിന് വിട്ടുകൊടുക്കുന്ന പണ്ഡിതന്മാര് പറയാറില്ല. ഞാൻ പറഞ്ഞു വന്ന പോയിന്റ്, നമ്മുടെ ഉള്ളിൽ ഉജ്ബുൻ നഫ്സ് ഉണ്ടാകാൻ പാടില്ല. സലാസുൻ മുഹ്ലികാത്ത്, 3 കാര്യങ്ങൾ മനുഷ്യനെ മുച്ചൂടും നശിപ്പിച്ചു കളയും എന്ന് പ്രവാചകൻ പറഞ്ഞു. ഏതാണെന്നറിയോ? ശുഹ്ഉൻ മുതാ, മനുഷ്യൻ വിധേയമായി പോകുന്ന അവന്റെ പിന്നെ പിശുക്കാണ്, അമിതമായ പിശുക്ക് അവന്റെ ദുനിയാവ് ആഖിറത്ത് നശിപ്പിക്കും. പിന്നെ അവൻ പിന്തുടരുന്ന അവന്റെ ദേഹേച്ഛ. ഖുർആനിൽ എന്തോ പറഞ്ഞോട്ടെ, ഹദീസിൽ എന്തോ പറഞ്ഞോട്ടെ, ദീനിൽ എന്തെങ്കിലും ഉണ്ടായിക്കോട്ടെ, ഇസ്ലാമിൽ എന്തെങ്കിലും ഉണ്ടായിക്കോട്ടെ, പക്ഷെ എനിക്ക് ഞാൻ തോന്നിയ പോലെ ജീവിക്കുന്നു. അതങ്ങനെ പറയുന്നില്ല. പക്ഷെ ഖുർആനിൽ എന്താ പറഞ്ഞു, ഹദീസിൽ എന്താ പറഞ്ഞ, ഇതിനെ മൈൻഡ് ചെയ്യൂല. അവരുടെ ജീവിതം തന്നിഷ്ടപ്രകാരമാണ്. ഒരാൾ ഹവയെ പിന്തുടർന്നാണ് ജീവിക്കുന്നതെങ്കിൽ, തന്റെ ഇഷ്ടങ്ങളെ പിന്തുടർന്ന് അല്ലെ നാട്ടുകാരെങ്ങനെ പോകുന്നു അതിനൊപ്പിച്ച് നീങ്ങുന്ന മനുഷ്യനാണെങ്കിൽ അതവന്റെ ദുനിയാവും ആഖിറവും നശിപ്പിച്ചു കളയും. 3ാമത് പ്രവാചകൻ പറഞ്ഞു, ഇജാബുൽ മർഇ ലിനഫ്സിഹി, ഞാനാണ് നല്ലവൻ എന്ന ആ ചിന്ത ഒരാളെ നശിപ്പിച്ചു കളയുന്നു. അതുകൊണ്ട് അത്തരം ചിന്തകൾ ഒരിക്കലും നമ്മുടെ മുന്നിൽ, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാതെ ഇനിയും ശരിയാകാനുണ്ട്. പടച്ചോനെ, എന്റെ ഇബാദത്ത് കുറവാണല്ലോ, മെച്ചപ്പെടുത്തണല്ലോ എന്ന് നിരന്തരമായി ചിന്തിച്ച് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച് ആരാധനകൾ വർദ്ധിപ്പിച്ച് ജീവിക്കാനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. 3ാമത്തെ വിഭാഗം ആരാണെന്നറിയോ? പ്രവാചകൻ ഒരു സ്ത്രീയെ കുറിച്ച്, ഒരു പുരുഷനെ കുറിച്ച് പറയാണ്, ഇന്നർ റജുല ലയഅമലു വൽ മർഅതു ബിതാഅത്തില്ലാഹി 60 സന. ഒരു പുരുഷൻ അല്ലെങ്കിൽ ഒരു സ്ത്രീ, അയാൾ ജീവിച്ചു എങ്ങനെ? ബിതാഅത്തിൽ, അള്ളാഹുവിനെ വഴിപ്പെട്ട് അള്ളാഹുവിനെ അനുസരിച്ച് നന്മകൾ ചെയ്ത് ജീവിച്ചു. എത്ര കാലം? 60 സന, 60 കൊല്ലക്കാലം അങ്ങനെ ജീവിച്ചു. സുമ്മ യഹ്ദുറുഹുൽ മൗത്ത്, പിന്നെ അവർക്ക് മരണം ഹാദിറായി, ജീവിതത്തിന്റെ അവസാന സമയങ്ങളിലെത്തി. അപ്പോഴോ ഫയുവാറാനി ഫിൽ വസിയ്യ, അവർ വസിയ്യത്തിൽ തെറ്റു ചെയ്തു. ഫതജിബു ലഹുമൻ നാർ, അതുകൊണ്ട് അവർക്ക് 2 പേർക്കും നരകം നിർബന്ധമായി. 60 കൊല്ലം ജീവിച്ച് എങ്ങനെയായിരുന്നു? അള്ളാഹനെ ആരാധിച്ച് ജീവിച്ചവരാണ്, പടച്ചോന് വേണ്ടി ജീവിച്ചവരാ, അള്ളാഹുവിന്റെ നിയമങ്ങൾ പാലിച്ച് അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിച്ചവരാ. പക്ഷെ അവസാനം തന്റെ സമ്പത്ത് അനന്തരാവകാശികൾക്ക് എങ്ങനെ കിട്ടണമെന്നുള്ളിടത്ത് വസിയ്യത്ത് ചെയ്തപ്പോ അള്ളാഹുവിന്റെ നിയമത്തെ അവർ ലംഘിച്ചു. അതുകൊണ്ട് അവർക്ക് എന്തുണ്ടായി? 2 പേർക്കും നരകത്തിൽ പോകേണ്ടി വന്നു. അല്ലെ, വസിയ്യത്തും അനന്തര സ്വത്തൊക്കെ ദീർഘമായി പറയേണ്ട സംഗതിയാണ്, വിശദീകരിക്കുന്നില്ല. ശരിക്കും ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് 3-1 വസിയ്യത്ത് ചെയ്യാൻ പാടുള്ളൂ. തന്റെ സമ്പത്താണെങ്കിൽ എന്റെ മുഴുവൻ ഞാൻ വസിയ്യത്ത് ചെയ്യണമെന്ന് പറയാൻ പറ്റൂല. 3-1 പരമാവധി വസിയ്യത്ത് ചെയ്യാൻ പറ്റുള്ളൂ. അത് എന്നെ അനാഥാലയത്തിന് കൊടുത്തോളിയും, പള്ളിക്ക് കൊടുത്തോളിയും, മദ്രസയ്ക്ക് കൊടുത്തോളിയും എന്ന് എത്രേ പറ്റുള്ളൂ? 3-1 ഭാഗം അത്രേ വസിയ്യത്ത് ചെയ്യാൻ പാടുള്ളൂ. 3-2 ഭാഗം അനന്തരാവകാശികൾക്കുള്ളതാണ്. ഈ വസിയ്യത്ത് തന്നെ അനന്തരാവകാശികൾക്ക് വസിയ്യത്ത് ചെയ്യാൻ പാടില്ല. മക്കൾക്ക് എത്ര കൊടുക്കേണ്ടതെന്ന് അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്, മാതാപിതാക്കൾക്ക് എത്ര വേണമെന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, ഭാര്യക്കും ഭർത്താവിനും എത്ര കൊടുക്കണമെന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അതേ നടപ്പിലാവും. ലാ വസിയ്യത ലിവാരിസിൻ, അനന്തരാവകാശിക്ക് വേണ്ടി വസിയ്യത്ത് ചെയ്യാൻ പാടില്ല എന്ന് ഇസ്ലാമിലെ നിയമമാണ്. ചില ആൾക്കാർ പറയും, എന്റെ ചെറിയ മകന് ആ ഭൂമി കൊടുക്കണം കേട്ടോ, എന്റെ മൂത്ത മകനെ അത് കൊടുക്കണം കേട്ടോ.
ഇസ്ലാമിക വിരുദ്ധമാണ്. ആ വസിയ്യത്ത് മതവിരുദ്ധമാണ്. മക്കൾക്കേതാണ്? മക്കൾക്കേതാ? അള്ളാഹ് നിശ്ചയിച്ച കണക്കനുസരിച്ചിട്ടാ. പെൺമക്കൾ മാത്രമുള്ളവരാണ് പലപ്പോഴും ഈ അബദ്ധം കൂടുതൽ ചെയ്യാം. നമ്മുടെ നാട്ടിലൊരു വലിയ വിവാദമുണ്ടായി. എന്താണ്? എന്റെ പെൺകുട്ടികൾക്ക് സ്വത്ത് കിട്ടാതെ പോകുന്നു പറഞ്ഞിട്ട് ഒരു വക്കീല് അയാൾ എന്ത് ചെയ്തു? ഒന്നും കൂടി ഇന്ത്യൻ മാരേജ് ആക്ട് അനുസരിച്ച് കല്യാണം കഴിച്ചു, വിവാഹം ചെയ്തു, അള്ളാഹിനെ മറികടക്കാൻ. എന്നിട്ടോ അത് അങ്ങനെ ചെയ്താൽ എന്റെ പെൺമക്കൾക്ക് സ്വത്ത് നഷ്ടപ്പെടുകയില്ല എന്നാണ് അയാൾ വിചാരിച്ചത്. യഥാർത്ഥത്തിൽ പെൺമക്കൾ ആണെങ്കിൽ, ഒരു മകളാണെങ്കിൽ സ്വത്തിന്റെ പകുതി ആ മകൾക്കുള്ളതാണ്. 2 പെൺമക്കളുണ്ടെങ്കിൽ, ഒന്നിൽ കൂടുതൽ പെൺമക്കളുണ്ടെങ്കിൽ ആകെ സ്വത്തിന്റെ 2/3 ഭാഗവും ആ പെൺമക്കൾക്കുള്ളതാണ്. പെൺമക്കൾക്ക് സ്വത്ത് കൊടുക്കരുതെന്നൊന്നും ഇസ്ലാം പറഞ്ഞിട്ടില്ല. ഈ ഇന്ത്യൻ മാരേജ് ആക്ടിലേക്ക് മാറിയ വക്കീലിന് 2 പെൺമക്കളാണെന്ന് ഞാൻ മനസ്സിലാക്കി. എനിക്കറിയില്ല, അല്ലാഹു അലം. അങ്ങനെ മനസ്സിലാക്കിയത് അങ്ങനെ. ഇന്ത്യൻ അനന്തരാവകാശ സ്വത്തവകാശ നിയമം അനുസരിച്ചിട്ടും ഇസ്ലാമിലെ സ്വത്തവകാശ നിയമം അനുസരിച്ചിട്ടും ആ പെൺകുട്ടികൾക്ക് കിട്ടിയ 2/3 ഭാഗമാണ്. വലിയ വ്യത്യാസം, ഒരു വ്യത്യാസമില്ല. പിന്നെ എന്തിനാണ് അത്? ഇസ്ലാമിന്റെ നിയമങ്ങളെ ഒന്ന് ഇവിടെ ഇകഴ്ത്തി കാണിക്കണം, മുസ്ലിങ്ങളൊന്ന് തരം താഴ്ത്തി കാണിക്കണം, മതം കുറച്ച് പഴഞ്ചനാണെന്ന് ആൾക്കാരെ മുന്നിൽ ഒന്ന് തെളിയിക്കണം, എന്നിട്ട് ആൾക്കാരുടെ ഗുഡ് സർട്ടിഫിക്കറ്റ് കിട്ടണം. അതല്ലാത്തൊരു ലക്ഷ്യ താല്പര്യം എന്റെ പിന്നിലില്ല. അത് നമ്മുടെ വിഷയമല്ല സുഹൃത്തുക്കളെ. ഞാൻ പറയുന്നത്, ജീവിതത്തിൽ സമ്പത്ത് മരണപ്പെട്ടു പോയാൽ എന്തായിരിക്കുമെന്ന് ചിന്തിക്കാത്ത മനുഷ്യർ വളരെ കുറവായിരിക്കും, അല്ലേ? വളരെ കുറവായിരിക്കും. അതുകൊണ്ട് വസിയ്യത്തിൽ കൃത്രിമം കാണിച്ചാൽ 60 കൊല്ലത്തെ അയാളുടെ അമലുകൾ പൊളിഞ്ഞു പോകുമെന്നാണ് പ്രവാചകൻ പഠിപ്പിച്ചത്. നമ്മുടെ നാട്ടിൽ പലപ്പോഴും അതിലൊന്നും അത്ര ആളുകൾ ശ്രദ്ധിക്കാറില്ല. പെൺമക്കൾ മാത്രമുള്ളവർ പെൺമക്കളുടെ 2/3 കഴിഞ്ഞ്, അല്ലെ, വാപ്പിയമ്മ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ 1/3 കഴിച്ച്, ഭാര്യയുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് 8/1 കഴിച്ച്, പിന്നെ വരുന്ന ചെറിയൊരു ഭാഗമുണ്ട് ഇസ്ലാമിക നിയമം അനുസരിച്ച്. അത് ഒരു പക്ഷേ ഇയാളുടെ സഹോദരങ്ങൾക്ക് കിട്ടേണ്ടതാവും, അല്ലെങ്കിൽ വാപ്പാക്ക് കിട്ടേണ്ടതാവും. ചെറിയൊരു അംശം കിട്ടുള്ളൂ. ആകെ സ്വത്തിൽ തന്നെ 2/3 പോയ ബാക്കി 1/3 ഈ സ്വത്തിന്റെ 8/1 ഭാര്യ കൊടുക്കണം, 3/1 വാപ്പാ കൊടുക്കണം, 3/1 ഉമ്മാ കൊടുക്കണം, പിന്നെ ചെറിയൊരു ഭാഗമാണ്. അത് സ്വന്തം സഹോദരങ്ങൾക്ക് കിട്ടാതിരിക്കാൻ വസിയ്യത്തിൽ കൃത്രിമം കാണിക്കരുത് എന്ന അള്ളാന്റെ റസൂലിന്റെ നിയമത്തെ മറികടന്ന് ഇന്ത്യയിലെ നിയമങ്ങളെ കൂട്ടുപിടിച്ച്, അല്ലേ, ആദ്യമേ പെൺമക്കളുടെ പേരിൽ എഴുതി കൊടുക്കുന്ന രക്ഷിതാക്കളുണ്ട്. നമ്മൾ വെല്ലുവിളിക്കുന്നത് പടച്ചോനെയാണ്. അതിന്റെ അനന്തരഫലം എന്തായിരിക്കും? 60 കൊല്ലം അധ്വാനിച്ചത് മുഴുവൻ അള്ളാഹു സ്വീകരിക്കാതെ പോകുന്ന സാഹചര്യം ഉണ്ടാകും. അള്ളാഹുവിന്റെ ദീന് പഠിക്കാനും അതനുസരിച്ച് ജീവിക്കുവാനും അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദി. സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, വിശ്വാസികളെ, അല്ലാഹുവെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. അല്ലാഹു അവന്റെ സജ്ജനങ്ങളിൽ, മുത്തഖീങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരായുഷ്കാലം മുഴുവൻ, ദുനിയാവിലെ ജീവിതം മുഴുവൻ അധ്വാനിച്ച് അവസാനം അതൊക്കെ പൊളിഞ്ഞു പോകുന്ന വലിയ ദൗർഭാഗ്യവാന്മാരെ കുറിച്ച് നമ്മൾ പറഞ്ഞു. 3 കാര്യങ്ങളാണ് പറഞ്ഞു. 1, നിസ്കാരം ശരിയാം വിധമല്ലെങ്കിൽ, നബി നിസ്കരിച്ചതുപോലെ അല്ല നമ്മുടെ നിസ്കാരമെങ്കിൽ ഒറ്റ നിസ്കാരം അല്ലാഹു സ്വീകരിക്കില്ല. അതുകൊണ്ട് നമ്മളത് പഠിച്ച് ജീവിതത്തിൽ പാലിക്കണം. 2, ഞാൻ വലിയ സംഭവമാണ് മതരംഗത്ത്, എനിക്ക് കുറവുകളൊന്നുമില്ല, ഞാനാണ് നല്ലവൻ എന്ന് ചിന്തിക്കുന്ന ഒരു ഉജ്ബുൻ നഫ്സ് അത് മനസ്സിലുണ്ടെങ്കിൽ അയാളുടെ കർമ്മങ്ങൾ അല്ലാഹു സ്വീകരിക്കുകയില്ല. 3 പറഞ്ഞത്, അനന്തര സ്വത്തിൽ വസിയ്യത്ത് ചെയ്യും, അതിൽ അള്ളാഹുവിന്റെ നിയമങ്ങളെ ലംഘിച്ചാൽ അവന്റെ 60 കൊല്ലത്തെ കർമ്മം ഒരു മനുഷ്യൻ ജീവിച്ചിട്ട് അയാളുടെ മുഴുവൻ അമലുകളും ബാത്തിലായി പോയി എന്ന ഹദീസാണ് ശ്രദ്ധയിൽപ്പെടുത്തിയത്. അതിൽ മക്കളോട് ഒരു മകൻ കൊടുക്കുമ്പോൾ വേറെ മറ്റു മക്കളോട് അനീതി കാണിക്കുക എന്നൊരു സംഗതി കൂടി അതിനകത്ത് വരുന്നുണ്ട്. അതും നമ്മൾ ചിന്തിക്കേണ്ട. മക്കളോട് അനീതി പാടില്ല. ചെറിയ കുട്ടിയോട് കുറച്ചധികം സ്നേഹം, മൂത്താളോട് കുറച്ചധികം പരിഗണന, പെൺമക്കളോട് കുറച്ചധികം സ്നേഹം, ആൺമക്കൾക്ക് കുറച്ചും കൂടി ഒരു സ്നേഹം, ഇതൊന്നും രക്ഷിതാക്കളെ എന്ന നിലക്ക് മതം അനുവദിക്കാതെ, സാന്ദർഭികമായി പറഞ്ഞത് മാത്രം. ഇസ്ലാമികമായി വലിയ കുറ്റമാണ്, തെറ്റാണ്.
ഐഷ റളിയല്ലാഹു അൻഹയ്ക്ക് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഒരു സമ്മാനം കൊടുത്തിരുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മരണാസന്നനായി കിടക്കുമ്പോൾ ആയിഷ ബീവിനെ വിളിച്ചിട്ട് പറഞ്ഞു, ആയിഷ, എനിക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ നിനക്ക് തന്ന സമ്മാനം നീ എനിക്ക് തിരിച്ചു തരണം. ആയിഷ ബീവിക്ക് കൊടുത്ത് തിരിച്ചു വാങ്ങി. എന്തുകൊണ്ട്? അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ആളുകൾ പറയുന്നുണ്ട്, അബൂബക്കർ റളിയല്ലാഹു അൻഹു തന്റെ ഒരു മകൾക്ക് മാത്രം കൊടുത്തു, മറ്റു മകൾക്ക് കൊടുക്കാൻ സാധിച്ചില്ല. അത് അനീതിയാകുമെന്ന് ഭയന്നാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തിരിച്ചു വാങ്ങിയതെന്ന്. അത് നീതി മക്കളുടെ കാര്യത്തിൽ നമ്മൾ പാലിക്കണമെന്ന് കൂടി ഓർമ്മപ്പെടുത്തണം. നമ്മുടെ അമലുകൾ പൂർണ്ണമായും നമുക്ക് സ്വീകരിക്കപ്പെടാതെ പോകുന്ന ഏറ്റവും ഗുരുതരമായ തിന്മ എന്ന് പറയുന്നത് ശിർക്കാണ്. ഏറ്റവും വലിയ പാപം ശിർക്കാണ്. നമ്മുടെ ഒരു അമലും നമുക്ക് സ്വീകരിക്കാതെ പോകുന്നത്. കുറെ നിസ്കരിച്ചു, തഹജ്ജുദ് എല്ലാ ദിവസവും നിസ്കരിക്കുന്നുണ്ട്, സുന്നത്ത് നോമ്പ് എടുക്കുന്നുണ്ട്, ഒരുപാട് കോടികൾ ദാനധർമ്മം നിർവഹിക്കുന്നുണ്ട്. പക്ഷേ അയാളുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി ഉണ്ടാവുമ്പോൾ അയാൾ അല്ലാഹ് എന്ന് വിളിക്കേണ്ടതിന് പകരം അയാൾ വിളിക്കുന്നത് ബദരീങ്ങളെ എന്നാണ്, മുഹ്യിദ്ദീൻ ശൈഖെ എന്നാണ്. അദ്ദുആഉ വൽ ഇബാദ, പ്രാർത്ഥന ആരാധനയാണ്. അല്ലേ? അള്ളാഹുവിനെ തവക്കുൽ ചെയ്യേണ്ടതിന് പകരം അയാൾ അരയിൽ കെട്ടിവെച്ച ഏലസിനെയാണ് തവക്കുൽ ചെയ്യുന്നത്. അള്ളാഹുവിന് നേർച്ച നൽകേണ്ടതിന് പകരം അയാൾ ജാറങ്ങളിലേക്കാണ് നേർച്ച നൽകുന്നത്. നദ്ർ ഇബാദത്താണ്, നേർച്ച ഇബാദത്താണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ എന്നാണ് ഇസ്ലാമിന്റെ അടിത്തറ. ആ അടിത്തറയാണ് പൊളിക്കുന്നത്. അതുകൊണ്ട് ഖുർആൻ പറഞ്ഞത് വലഖദ് ഊഹിയ ഇലൈക വ ഇലല്ലദീന മിൻ ഖബ്ലിക ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. പ്രവാചകരെ, നിങ്ങൾക്കും നിങ്ങളുടെ മുൻകഴിഞ്ഞു പോയ എല്ലാ നബിമാർക്കും നാം മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്, വഹയി കൊടുത്തിട്ടുണ്ട്. എന്താണ് വഹയി? നിങ്ങൾ ശിർക്ക് ചെയ്താൽ, ആരാധനയുടെ ഏതെങ്കിലും ഒരംശം, പ്രവാചകന്മാർ ഗൗരവപൂർവ്വം പഠിപ്പിച്ചത്, ലോകത്ത് എല്ലാ പണ്ഡിതന്മാരും ജീവത്യാഗം ചെയ്തത്, സമൂഹമേ ശിർക്ക് ചെയ്യരുത് എന്ന് പറയാണ്. ആരാധനയുടെ ഒരു ചെറിയ അംശം, ഇതൊരു സംഘടനാ പ്രശ്നമല്ല, ഇതൊരു കക്ഷിത്വ പ്രശ്നമല്ല, ഇത് നമ്മുടെ പരലോകത്തിന്റെ പ്രശ്നമാണ്. ഒരംശം ജീവിതത്തിൽ കടന്നുപോയാൽ മതി. അള്ളാനെ വിളിച്ചാൽ ഉത്തരം കിട്ടുന്ന സംശയമുള്ള ആരുമില്ല, അള്ളാനെ വിളിച്ചാൽ കൂലിയുണ്ട് എന്ന് സംശയിക്കുന്ന ആരുമില്ല. അല്ലേ? അള്ളല്ലാത്തവരെ വിളിച്ചാൽ അത് ശിർക്കാണ് എന്നൊരു വിഭാഗം പറയുമ്പോൾ ആണോ അല്ലേ എന്ന ഒരു സംശയത്തിന്റെ പേരിൽ എല്ലാ നിസ്കാരവും എല്ലാ ദാനധർമ്മങ്ങളും എല്ലാ സ്വാലിഹാത്തുകളും തകർന്നു പോകുന്ന ഒരു മഹാപരാധത്തിലേക്ക് നമ്മൾ പോകണോ എന്ന് വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് എന്നാണ് അതിലേക്ക് കൂട്ടിച്ചേർത്ത് പറയാനുള്ളത്. ഇന്നിപ്പോ നമ്മുടെ സമൂഹത്തിൽ ഈ ഒരു സമയത്ത് പ്രത്യേകം ചർച്ച ചെയ്യേണ്ട ഒരു പോയിന്റ് കുറഞ്ഞ സമയം കൊണ്ട് പറയാണ്. എന്താ പറയുക, ഈ പലതരത്തിലുള്ള അസുഖങ്ങൾ പെരുകുന്നുണ്ട്. നമ്മുടെ ഉത്തരവാദിത്തപ്പെട്ട ഭരണാധികാരികൾ അതിനെക്കുറിച്ച് പള്ളികളിലൊക്കെ എല്ലാവരെയും ബോധവൽക്കരിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് മഞ്ഞപ്പിത്തം വ്യാപകമായി കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഇത്തരം അധികാരികളുടെ, ആരോഗ്യവകുപ്പിന്റെ, ഭരണരംഗത്തുള്ള ആളുകളുടെ നിർദ്ദേശങ്ങൾ പൂർണ്ണമായും നമ്മൾ പാലിക്കണം. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഒരു മുസ്ലിമിന്റെ, ഒരു വ്യക്തിയുടെ ആരോഗ്യം എന്നത് വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. അല്ലെ? അപ്പൊ നമ്മള് കോവിഡ് കാലത്ത് ക്വാറന്റൈൻ കേട്ടിരുന്നു. ശരിക്കും ലോകത്ത് ആദ്യം ക്വാറന്റൈൻ നടപ്പിലാക്കിയത് റസൂലാണെന്ന് പറയേണ്ടി വരും. പ്രവാചകന്റെ ഒരു ഹദീസ് ഉണ്ട്, ഒരു നാട്ടിൽ പകർച്ചവ്യാധി ഉണ്ട് എന്ന് കേട്ടാൽ നിങ്ങൾ അങ്ങോട്ട് പോകാൻ പാടില്ല. പകർച്ചവ്യാധി ഉള്ള ഒരാൾ ആരോഗ്യമുള്ള സമൂഹത്തിലേക്കും പോകാൻ പാടില്ല. ആ ഒരു പകർച്ചവ്യാധിയെ തടയുന്ന അകലം പാലിക്കണമെന്ന് ഇസ്ലാമിന്റെ നിയമമാണ്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിലൊക്കെ അത്തരം രോഗാവസ്ഥകൾ പടരുന്നതിന് നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിച്ച് സൂക്ഷിച്ച് അതിനൊന്ന് ലാഘവ ബുദ്ധിയോടുകൂടി കാണാതെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണമെന്നുകൂടി സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീന് കൂടുതൽ പഠിക്കാനും അതനുസരിച്ച് ജീവിക്കുവാനും നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു നമുക്ക് പുറത്തു മാപ്പ് നൽകുമാറാകട്ടെ. പ്രാർത്ഥന കൊണ്ട് വസിയത്ത് ചെയ്ത ആളുകളുണ്ട്, രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, മറ്റു പലതരത്തിലുള്ള കടുത്ത പരീക്ഷണങ്ങളിലൂടെ കടന്നുപോകുന്നവരുണ്ട്. അല്ലാഹു എല്ലാവർക്കും രോഗശമനം നൽകുകയും പ്രയാസങ്ങൾക്ക് ഒരു പരിഹാരം നൽകുകയും ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്ന് വേർപിരിഞ്ഞു പോയ നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, കുടുംബ ബന്ധുക്കൾ, ആദർശ ബന്ധുക്കൾ,
അള്ളാഹു എല്ലാവർക്കും മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മെയും അവരെയും റബ്ബിന്റെ അനുഗ്രഹപൂർണമായ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ വഅദ്ഖിൽനൽ ജന്നത യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ وأذل الشرك والمشركين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم صل على محمد وعلى آله وأصحابه وسلم والحمد لله رب العالمين.